നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കടുത്ത വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും തർക്കങ്ങളുമൊക്കെ എല്ലാ കാലവും CPM കമ്മിറ്റികളിൽ പതിവായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം അത് ഏറെക്കുറെ മൗനമായിരുന്നു. മുകളിലെ തീരുമാനം അപ്പടി അംഗീകരിക്കുക, അതിനപ്പുറത്തേക്ക് കാര്യമായ വിമർശനങ്ങളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ CPM ജില്ലാ കമ്മിറ്റികളിലാകെ വീണ്ടും വിമർശനങ്ങളിലേക്ക്, എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കടുത്ത വിമർശനങ്ങളാണ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന നേതൃത്വത്തിന് നേരിടേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇരയാകേണ്ടി വരുന്നതും. ഇപ്പോഴും ഈ രണ്ടുപേരും എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞിട്ടില്ല എന്നതാർക്കണം. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷവും മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പൊതുസമ്മേളനത്തിൽ മടങ്ങി വരും എന്ന് പറഞ്ഞതല്ലാതെ എന്താണ് എവിടെയാണ് പിഴച്ചതെന്ന് പറയാൻ തയ്യാറാവുന്നില്ല. അത്തരം പരിശോധനകൾ പാർട്ടി കമ്മിറ്റികളിലൊക്കെ നടക്കുകയാണ്. ഒടുവിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വന്തം മകനടക്കം ചോദിച്ചു, ഇങ്ങനെയാണോ വാർത്താ സമ്മേളനം നടത്തേണ്ടത്, അത് കണ്ണാടിയിലെങ്കിലും നോക്കേണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചുവെന്നും, ഭാര്യ പറഞ്ഞു തന്നെ പരാജയപ്പെടാനൊരു സീറ്റിലേക്ക് അല്ലെങ്കിൽ പരാജയപ്പെടുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു, തന്നെ അവിടേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന് ചോദിച്ചു എന്നൊക്കെ പറയുന്നു. എന്തായാലും അത്രത്തോളം വിമർശനങ്ങൾ കമ്മിറ്റികളിലൊക്കെ ഉയരുന്നുണ്ട്. രണ്ട് വഴിയാണ് ഈ ഇത്തരമൊരു പരാജയമേറ്റാൽ ഒരു പാർട്ടിക്ക് മുന്നിലുള്ളത്. ഒന്ന്, ഈ വഴി എന്താണെന്ന് കണ്ടെത്തി, പരാജയ കാരണം കണ്ടെത്തി, എവിടെയാണ് പിഴച്ചതെന്ന് കണ്ടെത്തി, അത് നേതൃത്വത്തിനാണോ പിഴച്ചത്, അണികൾക്കാണോ പിഴച്ചത്, അതോ ഇതിനെയൊക്കെ സംവിധാനത്തെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ചില ആളുകൾക്കാണോ പിഴച്ചത്, അത് കണ്ടെത്തി ശക്തമായ തിരുത്തലുകൾ വരുത്തി മടങ്ങി വരിക. രണ്ടാമത്തത്, ഈ തിരുത്തലിനെല്ലാം തോൽവിയെ ന്യായീകരിച്ച്, കണക്കുകൾ നിരത്തി ന്യായീകരിച്ച്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച്, വോട്ട് ചെയ്ത ജനങ്ങളുടെ ചിന്താശേഷിയൊക്കെ ചോദ്യം ചെയ്ത് വേണമെങ്കിൽ ന്യായീകരിച്ച് നിലനിൽക്കാം. ഈ രണ്ട് വഴികളാണ് ഒരു പാർട്ടിക്ക് മുന്നിലുള്ളത്. ഇതിൽ ഏത് വഴി തിരഞ്ഞെടുക്കും എന്നത് പ്രധാനമാണ്. തിരുത്തി ഇടതുപക്ഷം മടങ്ങി വരണം എന്ന് തന്നെയാവും കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവരടക്കം ആഗ്രഹിക്കുന്നുണ്ടാവുക. കാരണം കേരളത്തെ സംബന്ധിച്ച് UDFും LDFും, ഇടതു പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും രണ്ടും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മലയാളികൾ. ആ മലയാളികളുടെ ആഗ്രഹത്തിനൊത്ത് അത്തരമൊരു തിരുത്തലിന് ഈ പാർട്ടിയുടെ കഴിയുമോ, ഈ പാർട്ടി അതിന് തയ്യാറാകുമോ? അങ്ങനെയൊക്കെ വന്നാൽ നേതൃസ്ഥാനത്തിരിക്കുന്നവർ, ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവടക്കം അത്തരം ഒരു ഗൗരവമായ തിരുത്തലിന് തയ്യാറാകുമോ? അത്തരം വിഷയങ്ങൾ സജീവമായി തന്നെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 18 പൊതുവേദിയും ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. സുബേറാണ് തൃശ്ശൂരിൽ നിന്നും ആദ്യ പ്രേക്ഷകനായെത്തുന്നത്. ശ്രീ സുബേർ, CPMൻ്റെ ജില്ലാ കമ്മിറ്റികളിലാകെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും. ഈ വിമർശനങ്ങളൊക്കെ കൊണ്ട് ഈ പാർട്ടിയിലെ നേതൃത്വം തിരുത്തി, എന്താണെന്ന് തെറ്റേറ്റു പറഞ്ഞ് തെറ്റിന് തിരുത്തലുകൾ കണ്ടെത്തി വീണ്ടും ശക്തിയായി മടങ്ങി വരാനുള്ള സാധ്യതയുണ്ടോ? നമസ്കാരം. നമസ്കാരം. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. അതായത് ഇവര് നന്നാവണമെങ്കിൽ ഇവര് ധാർഷ്ട്യം, അഹങ്കാരം, ധാർഷ്ട്യം, അവരെ ചെൽപ്പടിക്ക് നിൽക്കാത്ത ആൾക്കാരെ തല്ലിക്കൊല്ല, വെട്ടിക്കൊല്ല, അത് അവസാനിപ്പിക്കണം. ഇവര് ഇന്നും അവരെ AK സെന്ററിൽ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാല് മറുപടി പറയാൻ പറ്റില്ല. മറുപടി കഴിഞ്ഞാൽ തലയിൽ മാർക്ക് ചെയ്യവര്, 1-ാം നമ്പർ മാർക്ക്, പിന്നെ 1-ാം നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഇത് കോൺഗ്രസിൽ അങ്ങനെയല്ല, LDFിൽ അങ്ങനെ. എനിക്കങ്ങനെ പാർട്ടിയൊന്നുമില്ല. ഈ LDF ഒരിക്കലും പിണറായി അവരെ പാർട്ടി നശിക്കാൻ പാടില്ല. നമുക്ക് ആ പാർട്ടിയുടെ ആവശ്യമാണ്. പക്ഷെ അവരെ അഹങ്കാരത്തിന് കൊടുത്ത ദൈവമല്ല, ജനങ്ങളിൽ കൊടുത്ത ദിശേനെ. ജനങ്ങൾക്ക് അവരല്ല യജമാന്മാര്, നമ്മളെ യജമാന്മാര്, അവര് നമ്മുടെ രക്ഷകരാണ് അല്ലെ. അവരെന്തൊക്കെ ചെയ്തു കൂട്ടി നമുക്കെതിരായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടി. സാറിന് ഓർമ്മയില്ലേ? ഞാൻ ഇനി പറഞ്ഞ ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലേ. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. അതിന്റെ പേരിൽ ഇവർ ചെയ്ത ദാക്ഷ്യങ്ങള്, അഹങ്കാരങ്ങള്, ഡാഷ് മോനെ, ഇവര് പറഞ്ഞ ഓരോ വാക്കുകളും സാറൊന്ന് ആലോചിച്ച് നോക്ക്. അതെ, ആ പോലീസുകാരെ അഴിഞ്ഞാടി വിട്ട്, ആ പോലീസുകാരൊക്കെ കുന്നംകുളത്തും അവിടെ വെച്ച് ഇടിച്ച് കൊന്നില്ലേ? അവനൊക്കെ ജീവിക്കാൻ പറ്റോ? നാളെ സാറിന്റെ മോനോ അന്റെ മോനോ സംഭവിച്ചാലത്തെ അവസ്ഥ എന്താണ്? ഇല്ലേ? നമ്മൾ നോക്കണ്ടേ? എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു.
എന്റെ മോന് പട്ടിയാടി ആക്സിഡന്റ് ആയിട്ട് 40 ലക്ഷം രൂപ എനിക്ക് ചെലവായി. ഞാനോട് പരാതി കൊടുത്തു. അത് പരാതി കൊടുക്ക് തെരുവോട്ടി അടിയിട്ട് ആക്സിഡന്റിലായത്. അതിന്റെ കംപ്ലീറ്റ് 2 വർഷം ഞാൻ ഇതിൽ പ്രതികരിക്കാത്ത ആളാണ്. എനിക്ക് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. ഞാൻ പ്രവാസിയായിരുന്നു. പക്ഷെ ഇവര് ഒക്കെ ചെയ്യാൻ കുറെ പേപ്പർ വന്ന് ലാസ്റ്റ് പോസ്റ്റ് ഓഫീസുകാർ എന്നെ കാണുമ്പോൾ ചിരിക്കുക. നിങ്ങൾ എന്നും പേപ്പർ അയക്കുന്നില്ല. അവിടേക്ക് കളക്ടർക്ക് അയക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് അയക്കുന്നുണ്ട്, കൃഷ്ണൻകുട്ടിക്ക് അയക്കുന്നുണ്ട്, അവർക്ക് അയക്കുന്നുണ്ട്, ശ്രീജൻ കമ്മിറ്റിക്ക് അയക്കുന്നുണ്ട്. ഒന്നിനും ഒരു നിലപാടില്ല. 40 ലക്ഷം രൂപ ഞാൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് 40 ലക്ഷം രൂപ നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ സാറ് ആലോചിക്ക്. സാറിന് ഇപ്പൊ ഒരു നിശ്ചിത വരുമാനമുണ്ട്. ആ വരുമാനത്തിൽ കൂടുതൽ സാർ എന്താ ചെയ്യാ? കയറെടുത്ത് കെട്ടി കൊണ്ടുവരും. ഞാനതൊന്നും ചെയ്തില്ല. ഞാൻ ആത്മഹത്യ മക്കത്തും ഞാൻ പോയില്ല. ഞാൻ പരമാവധി ഉള്ളതൊക്കെ വിറ്റുപറക്കിയിട്ട് ചെയ്തു. എന്നിട്ടും അതിന് തീരുമാനമില്ല. 3 വർഷമായി. ഇപ്പോഴും ആ എന്റെ മോന്റെ കാര്യം, അവൻ ടീനേജ് 22 വർഷമായി. 22 വയസ്സിൽ അവന് സംഭവിച്ചത്. ഇപ്പോഴും അവന്റെ മുഖം നോക്കാൻ പറ്റൂല. ആ കണ്ടീഷനിൽ എടുക്കണേ. ഇവരെന്ത് ചെയ്ത് ഈ തെരുവുകാട്ടികളെ അയച്ചിട്ട് ഇവര് ഓരോ തദ്ദേശ മെമ്പർമാർക്കും അധികാരം കൊടുത്തു. എന്ത് ചെയ്തു? ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ചെയ്യും. ഈ സംഭവിച്ചവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ചേർത്ത് പഞ്ചായത്തിൽ സംഭവിച്ചു. അവിടെ ഒരു എന്തായാലും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനീതിക്കെതിരെ താങ്കൾ ഇനിയായാലും പുതിയ സർക്കാർ വന്നു. ഞാനല്ലേ ഇതിന്റെ അപ്പുറത്തേക്ക് പോകും. ഈ നമ്മുടെ ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഞാൻ പോവും, ഇതിന്റെ പിന്നാലെ പോവും. ഈ പിണറായി വിജയനെ ചെയ്യണം. അത് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം താങ്കൾ തുടരണം. മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് പിന്തുണ ആവശ്യമാണെങ്കിൽ അത് നമ്മൾ ഉറപ്പു നൽകുന്നു. ശരി സുബൈർ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, യഥാർത്ഥത്തിൽ താങ്കളൊരു ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ടുകൂടി ചോദിക്കുകയാണ്. ഈ പാർട്ടി ഇപ്പോൾ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. സാധാരണഗതിയിൽ CPM-ൻ്റെ കമ്മിറ്റികളൊക്കെ കടുത്ത വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും തർക്കങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു എല്ലാ കാലത്തും. അങ്ങനെ ഒരു സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ അത് അപ്പടി അംഗീകരിക്കുന്ന കമ്മിറ്റികളല്ല. അതിനെ വിമർശിക്കും, അതിനെതിരെ തർക്കമുണ്ടെങ്കിൽ അത് ഉന്നയിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കമ്മിറ്റികൾ. ആ കമ്മിറ്റികളൊക്കെ വിഭാഗീയതയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ മാറ്റി നിർത്തി ഒരു ഏകശിലാരൂപം പോലെ കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റികൾക്കാണ് ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടന്നതിന് ശേഷവും ഇത് പരാജയപ്പെടുമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത്. അത്രത്തോളം ജനങ്ങളിൽ നിന്ന് അകന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ? എവിടെയാണ് പിഴച്ചത്? നമസ്കാരം സാറേ. പിന്നെ മുൻ പറഞ്ഞ ആളെ പറഞ്ഞതെല്ലാം സത്യമൊന്നുമല്ല. കാരണം വെച്ചാൽ അയാളൊരു കുയിന്ത് പറയാണ്, അതായത് ഒരു അസൂയ. അത് പോട്ടെ, എന്നിട്ട് അവസാനം പറഞ്ഞ രാഷ്ട്രീയമൊന്നുമില്ല എന്നും പറഞ്ഞു. അത് ഒരാളുടെ വ്യക്തിപരമായ അനുഭവം ഉണ്ടായതിന് നേരിടേണ്ടി വന്ന അനുഭവത്തെ കുറിച്ച് പറഞ്ഞതിന് ഇപ്പം നമുക്ക് അതിനെ ശരിയാണോ തെറ്റാണെന്ന് എനിക്ക് നേരിട്ട് അറിയില്ല. അത് കേൾക്കുക എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാം, അതിനകത്ത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്തായാലും. ആയിക്കോട്ടെ. എന്നാലേ പിന്നെ ഇങ്ങനെ പാർട്ടി തോറ്റു എന്ന് പറഞ്ഞാൽ വൻ തോൽവിയാ. അതിൽ തോൽവിയാണെന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിന് കാരണങ്ങൾ പലതുണ്ട് സാറേ. ആ പല കാരണങ്ങളും ഇതിൽ കൂടെ എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ അത് ഞാൻ പറയേണ്ട തരത്തിൽ പറയാനേ പറ്റുള്ളൂ. അപ്പോ പാർട്ടി ഇനിയും ആ തോൽവിയുടെ കാര്യത്തിൽ വളരെയധികം പഠിച്ച് ഞാൻ പറയാം. ഇങ്ങനെ മുട്ടി വരുന്നുണ്ട്, പക്ഷെ അത് പറയുന്നില്ല. അത് പാർട്ടി കൃത്യമായിട്ട് ശ്രീ മുഹമ്മദ്, മുഹമ്മദിന് നല്ല പ്രായമുള്ള എത്രയോ കാലത്തെ ജീവിതാനുഭവങ്ങളും പാർട്ടി പ്രവർത്തന അനുഭവം ഒക്കെ ഉള്ള ആളാണ്. ഈ പാർട്ടിയിൽ മുമ്പ് ഇങ്ങനെ ആയിരുന്നോ? പാർട്ടി ഒരു തീരുമാനമെടുത്താൽ എല്ലാ കാലത്തും ആ തീരുമാനത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റി മുതൽ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മുതൽ ഇങ്ങ് ബ്രാഞ്ചിൽ വരെ ആളുകൾ വിമർശനം ഉന്നയിക്കുകയും തർക്കങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നതല്ലേ? ഇപ്പോഴും അങ്ങനെയാണ് സാറേ. ഇപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു സംവിധാനം മുഴുവൻ അടിമുടി മനസ്സിലായില്ലേ? ഈ സംവിധാനം ധാർഷ്ട്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സംവിധാനത്തിന് ഇത്തരത്തിൽ തിരിച്ചടി ജനങ്ങളുടെ ഒന്നും ഉണ്ടാകുമെന്ന് കഴിയണ്ടേ? അത് പല പ്രാവശ്യം പലതും അതിന് വേറെയും പ്രശ്നങ്ങളുണ്ട്. അത് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് ഞാൻ തുറന്നു പറയാൻ പറ്റൂല. എനിക്ക് പറയേണ്ട സ്ഥലത്തേ പറയാൻ പറ്റുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട് സാറേ. അത് മനസ്സിലാക്കിയാൽ മുന്നോട്ട് പോയാൽ പാർട്ടി വിജയിക്കും. അതല്ലാത്ത പക്ഷം തോൽവി കുറെ കണ്ടതാ. ഇനി തോറ്റു എന്നുള്ള ഇനി പ്രശ്നമൊന്നുമില്ല അതില്. തോൽവി ഒരു വിഷയമല്ല ശ്രീ മുഹമ്മദ്, തോൽവിയല്ല വിഷയം. അതിന്റെ ഒരു ഗൗരവത്തിന്റെ വിഷയം പറയാം. പോൾ ബ്യൂറോയിലടക്കം ചെന്നപ്പോൾ ഇവർക്ക് നേരിടേണ്ടുന്ന ഒരു ചോദ്യം തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ് പെട്ടിയിലായ വോട്ട് ഇത്ര ദയനീയമായി തോൽക്കാൻ പോവുകയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അപ്പോഴും 75 സീറ്റ് നേടി ജയിക്കുമെന്ന് ഒരു സംസ്ഥാനത്ത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളും സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയും ഒക്കെ പറയുന്നെങ്കിൽ അവർ ജനങ്ങളിൽ നിന്ന് വല്ലാതെ അകന്നുപോയി എന്ന് തന്നെയല്ലേ എൻ്റെ തെളിവ്? അത് അകന്നു എന്നുള്ളത് തന്നെ ഞാനും പറയുന്നത് സാറേ. ഇനി അതിന് അകനല്ല കാരണം എനിക്ക് കൂടെ പറയാൻ പറ്റൂല.
പറ്റകന്നോ. കാരണം 3 പിന്നെ നമ്മളെ വിമതന്മാര് ജയിച്ചു. ഒരു കുഞ്ഞികൃഷ്ണനും ഒരു മറ്റേ നമ്മളെ സഖാവ് പിന്നെ ജി സുധാകരനും മറ്റേ KT പിന്നെ ഗോവിന്ദനും ജയിച്ചു. അതൊക്കെ ഇവിടെ ജയിക്കാൻ പാടില്ലാത്തതുമാണ്. പാർട്ടിനെ എതിരെ പോലെ നിന്നതുമാണ്. കണ്ടമാനം വോട്ടിട്ട് ജയിച്ചതുമാണ്. അത് എന്തുകൊണ്ട് ജയിച്ചു? പാർട്ടിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളതാണ്. പാർട്ടിയുടെ കുഴപ്പമില്ല, പാർട്ടി നയിച്ചവരുടെ കുഴപ്പം കൊണ്ടാണ്. പാർട്ടിക്കാർ തന്നെയാണ് അവർക്ക് വോട്ട് കൊടുത്തത്. ആ പാർട്ടിക്കാർ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല, പാർട്ടിയുടെ കുഴപ്പമല്ല അത്. പാർട്ടിയെ നയിച്ച ആളുകളുടെ ഈ TK ഗോവിന്ദനോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോ കിട്ടിയ വോട്ടല്ലത്. അത് CPM-ന്റെ നേതൃത്വത്തിനെതിരെ അവർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് കിട്ടിയ വോട്ട് കൂടിയല്ലേ? അല്ല, അവിടെ നിൽക്കുന്നതിന് എതിരെ ഇപ്പൊ ഉദാഹരണത്തിന് സുധാകരൻ സാറിന്റെ പറയാം, സഖാവ് സുധാകരന്റെ അദ്ദേഹം അവിടെ നിർന്നു. അദ്ദേഹത്തിന് നിൽക്കണം എന്നുള്ള ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആദ്യം എന്നാ നിർത്താൻ അവര് ഒരു എമ്മതിയിൽ എത്തിയില്ല. ഇപ്പൊ എന്തോ നാണം കെട്ടില്ലേ? അതന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തിനെതിരെ പറഞ്ഞ വാക്കുകൾ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയാത്ത വാക്കുകളല്ലേ പറഞ്ഞത്? സംഭവം ശരിയാണ് സാറേ. അതൊക്കെ ഒത്തു തീരാനും പറ്റില്ല. അതിനെല്ലാരും കുറച്ച് കുറയണം. ഇത് അണ്ടിയ മൂത്തു മാങ്ങിയ മൂത്തു എന്നുള്ളവർക്ക് ഇന്നലെ എന്ത് ചെയ്യും? അത്രേ പറയാനുള്ള സാറേ. പറയേണ്ട സ്ഥലത്ത് പറയും. ശരി, ശ്രീ മുഹമ്മദ് മഞ്ചേരിയെ പോലെയുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ പറയേണ്ട സ്ഥലത്ത് പറയും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾ എല്ലായ്പ്പോഴും ഈ പാർട്ടിയുടെ എല്ലാവിധ ഒരു തെറ്റ് വന്നാലും അതെല്ലാം ശരി എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ പറയും, ഇത്തരം ന്യായീകരണക്കാരാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ തോൽപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. പാർട്ടിയെ തിരുത്തുന്നതിന് പകരം ന്യായീകരിച്ചുകൊണ്ടേ ഇരുന്ന് പൊതുമധ്യത്തിൽ. അപ്പോൾ ജനങ്ങൾ അതൊക്കെ കേൾക്കുന്ന ജനത്തിന് മനസ്സിലാവും, അന്ധമായി ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ തെറ്റു വന്നാൽ പോലും അംഗീകരിക്കാത്ത ആളുകളാണ്. നിങ്ങൾ പാർട്ടിയെ ശത്രുക്കളാക്കുന്നതിൽ, പൊതുജനങ്ങളെ ശത്രുക്കളാക്കുന്നതിൽ താങ്കൾ അടക്കമുള്ള ആളുകൾ വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? അല്ല, അതല്ല പിണറായി വിജയൻ അതാണ് ഇതാണെന്ന് ഒരു പാർട്ടിക്കാരുടെ പറയുന്നത്. ആ ജയിലിൽ കിടന്ന് ഇടിയും കൊണ്ടാണ് രാഷ്ട്രീയം പഠിച്ചത്. കോൺഗ്രസ് പോലെ ഗ്യാസ് റൂമിൽ വന്നതല്ല. അടിയും ജയിലിൽ കിടന്നാണ് വർഷക്കണക്കിന് അടിയുന്ന സമയത്ത് കോൺഗ്രസ് ഭരിച്ചല്ലേ. ഈ ചരിത്രമൊക്കെ ആളുകൾക്ക് ഈ ഭരണത്തിൽ താങ്കൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത് ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാർ ഏതെങ്കിലും തരത്തിൽ മോശമായതോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനം നടത്തിയത് കൊണ്ടല്ല ഈ സർക്കാർ പരാജയപ്പെട്ടതെന്നാണ്. ഈ സർക്കാരിനെ നേതൃത്വം വഹിച്ചവരുടെ സമീപന രീതിയോടുള്ള അതിശക്തമായ എതിർപ്പാണ് ജനം പ്രകടിപ്പിച്ചതെന്നാണ് എനിക്ക് ഒരു മാധ്യമപ്രവർത്തകൻ നിലയിൽ തോന്നുന്നത്. ഇനി മറിച്ച അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവാം. മഹി അപ്പോഴും അംഗീകരിക്കുന്നില്ല. മഹി എപ്പോഴും പഴയ ചരിത്രം, പണ്ട് ഇടികൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇടികൊണ്ട ആൾ നേതൃത്വം വഹിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആയില്ലേ? ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം അവിടെ വിടൂ. ഇപ്പോൾ CPM-ന് എവിടെയാണ് പിഴച്ചത്? എന്തുകൊണ്ടാ തോറ്റെന്ന് പറ. തിരിച്ചു വരുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ തെറ്റ് എന്താ, തെറ്റ് പറ്റിയതെങ്കിലും തിരിച്ചറിയണ്ടേ? തെറ്റ് പറ്റി, എന്ത് തെറ്റാണ് പറ്റിയത്? ശരി, ഓക്കെ. മഹിക്കപ്പോഴും അത് തന്നെയാണ്. ശ്രീ രാമകൃഷ്ണനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിലൊക്കെ എന്തായാലും മുൻകാലങ്ങളിലെ പോലെയല്ല, അതിനിശ്ചിതമായ വിമർശനം പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും ഒക്കെ ഉയരുന്നുണ്ട്. ശ്രീ ഷാജിയാണ്. ശ്രീ ഷാജി, അപ്പോൾ ആ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കമ്മിറ്റികൾ ഉയരുന്നുണ്ട്. ഈ കമ്മിറ്റികളുടെ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഒരു തിരുത്തലിന് തയ്യാറാകുമോ ഈ പാർട്ടി? ഹലോ, നമസ്കാരം ഷാജി, പറഞ്ഞോളൂ. ഈ സാറേ, ഇത് എവിടെയാ ഇവർ തിരുത്തുന്നത്? ഇവർ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാലാകാലങ്ങൾ ഇവർ തിരുത്തുന്നുണ്ട്. എന്താ തിരുത്തുന്നത് ഇവര്? നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഇവരെ നയോ? ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞാൽ ഇവരെല്ലാ കാലഘട്ടത്തിലും പറയുന്ന ഒരു തിരുത്തല്. ഒരുപാട് തിരുത്തലുകൾ വരുത്തിയ പാർട്ടിയാണ് CPM. അത് നമുക്ക് പ്രകടമായിട്ട് കാണാം. പ്രകടമായ എത്രയോ തിരുത്തലുകൾ. ഒരു കാലത്ത് ലീഗുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് പാർട്ടിയിൽ വലിയ തർക്കമുണ്ടായി, ചർച്ചയുണ്ടായി. അതിനുശേഷം അത്ര ഒരു ബന്ധം പാടില്ല എന്ന് പാർട്ടി അങ്ങനെ ഒരു ആലോചന വന്നതിലടക്കമുള്ള പാർട്ടിയുടെ വീഴ്ച തുറന്നു പറഞ്ഞ് പാർട്ടി അത് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ പാർട്ടി എടുത്ത നിലപാടുകൾ തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റുകയും തെറ്റ് തിരുത്തുകയും ചെയ്ത് തന്നെയാണ് CPM ഈ നിലയിലെത്തി. അല്ലാതെ തിരുത്തിയിട്ടില്ല എന്ന് പറയരുത്. മറ്റു പാർട്ടികളെ പോലെയല്ല, അവർ തെറ്റേറ്റു പറയാനും തിരുത്താനും ഒക്കെ തയ്യാറാകുന്ന പാർട്ടിയായിരുന്നു ഇതുവരെ. ശരി, അതിന് പറ്റിയ ആർജവമായ നേതാക്കന്മാരുണ്ടായിരുന്നു. കാരണം അവർ പാർട്ടിയേക്കാൾ മുകളിലല്ലായിരുന്നു, പാർട്ടിക്ക് വിധേയരായിരുന്നു. അവർക്ക് പാർട്ടി വേണമായിരുന്നു, ജനങ്ങളായിരുന്നു അവരുടെ പിൻബലം. ഇന്ന് ഈ കോർപ്പറേറ്റ് ഭരണം, കോർപ്പറേറ്റുകളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ജനങ്ങളെല്ലാം ഒരു ദാസരാണ് എന്നുള്ളൊരു ചിന്താഗതി വന്നു. ജനങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഒരു പുച്ഛവും അവജ്ഞയും തോന്നി.
കാരണം സാധാരണ ഒരു മന്ത്രിയെ കാണുന്നതോ അല്ലെങ്കിൽ ഒരു നേതാവിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമാണ് ഈ ഒരു 5-10 വർഷമായിട്ട് അനുഭവിച്ചത്. നമുക്കറിയാലോ, ഡാഷ് മോനും വീട്ടിൽ പോയി ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പം 25 കോടിയുടെ ഹോൾഡിംഗ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വെച്ചപ്പോ ആ ഒരു വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് 25 ലക്ഷത്തോളം ആളുകൾ കരുതി ഇയാളെ ഒന്ന് വീട്ടിലിരുത്തണമെന്ന്. വേറെ പാർട്ടി നല്ല ഭരണം കാഴ്ചവെച്ച 5 വർഷം തന്നെയാണിത്. മോശമെന്ന് എനിക്കും പറയാൻ കഴിയുന്നില്ല. പക്ഷെ പിണറായി CPM-ന്റെ മേലെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരേ ഒരു ഹോൾഡിംഗ്, അത് പിണറായി. ആ 25 കോടി രൂപയാണ് അതിനു വേണ്ടി ചെലവാക്കിയത്, അയാളുടെ ഒരു മുഖം മാത്രം. അപ്പോ ഈ ഒരു പ്രശ്നം വന്നപ്പോ വീട്ടിൽ കയറി ഇരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുമ്പോൾ അപ്പൊ 25 ലക്ഷം ജനങ്ങൾ കണക്കൂട്ടി ഇയാൾ ഇന്ന് വീട്ടിൽ ഇരുത്തണമെന്ന്. അഹങ്കാരം പറയുമ്പോൾ എന്താ അറിയും, ജനങ്ങളൊക്കെ മറന്നു പോകും എന്നാണ് കരുതുന്നത്. ഇവർക്ക് തെറ്റ് തിരുത്താൻ കഴിയില്ല. സാർ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. പല പാർട്ടികളും ഇവിടെ കേരളത്തിലുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പോലെ അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും ഒരു പത്രസമ്മേളനം നടത്തുന്ന വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് സാർ ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് കാണിച്ചാ. BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, ഇത്ര അഹങ്കാരത്തോടെ പത്രക്കാരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ധാർഷ്ട്യമായിട്ട് പെരുമാറുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഒന്ന് കാണിച്ചു തരുമോ? ഇവരെന്താ കരുതിയത് ഈ 15ാമത്തെ വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ സെൽഭരണം ഉണ്ടാക്കാന്നോ? അല്ലെങ്കിൽ ഈ മറ്റെന്താ പറയുക, ഉത്തര കൊറിയയിലെ പോലെ ഇവിടെ ഏകാധിപത്യം ആവാമെന്ന് ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുന്നോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാ. കാരണം ഇപ്പോ നമ്മൾ പറയാ, ഈ ഡൽഹിയിൽ 15 വർഷമായി മോദി ഭരിക്കുന്നു. അത് ഇവിടെ വികസനവും കാഴ്ചപ്പാടും നോക്കി മാറി ജനങ്ങൾ വോട്ട് ചെയ്യും. അവിടെ പക്ഷെ അതല്ല, ജാതി സ്പിരിറ്റ് കടന്നു കയറി ഭരണത്തില്. അതുകൊണ്ട് ഒരിക്കലും മാറാൻ പെട്ടെന്ന് കഴിയില്ല. എന്ത് ഭരണം മോശമാണെങ്കിലും അത് ആ സ്പിരിറ്റിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മോദി രണ്ടാമത് കയറുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ സെൽഭരണം ഉണ്ടാക്കാൻ നോക്കി നടക്കൂല. ഞാനൊരു അനുഭാവിയാ. കാരണം ഒറ്റ കാര്യം, ഞാനൊരു അനുഭാവി ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്, ഒരു വർഷം മുമ്പേ 2 തോൽവി പറ്റിയപ്പോ ഇത് പ്രതിച്ഛായ നന്നാക്കണം. ഈ പിണറായി ഈ മന്ത്രിസഭയെ മാറ്റി പുതിയൊരു മന്ത്രിസഭ വരണം, പ്രതിച്ഛായ നന്നാക്കണം. പിണറായി എന്നുള്ള ചിന്ത അവര് വെച്ചു. ശരി, താങ്കളുടെ അഭിപ്രായം. ശ്രീ ഷാജിയാണ് കോഴിക്കോട് നിന്ന് സംസാരിച്ചത്. ശ്രീ സുബ്രഹ്മണ്യൻ ആണ് പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ സുബ്രഹ്മണ്യൻ, ഇപ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റികളൊക്കെ ഈ പരാജയം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരവമായ ചർച്ചകളാണ് നടക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അതിനിശ്ചിതമായ വിമർശനം, കഴിഞ്ഞ 10 വർഷവും കേൾക്കാത്ത വിമർശനം പിണറായി വിജയനും MV ഗോവിന്ദനും കേൾക്കേണ്ടി വരുന്ന ഒരു ജില്ലാ കമ്മിറ്റികൾ കൂടിയാണിത്. ആ ഒരു വിമർശനം ഉൾക്കൊണ്ട് ഒരു തിരുത്തലിന് ഈ പാർട്ടി തയ്യാറാകുമോ? നമസ്കാരം. ഇവര് തിരുത്താൻ പോകുന്നില്ല സാറേ. ഇവര് തിരുത്തുമായിരുന്നുവെങ്കിൽ തുടർഭരണം കിട്ടിയ നാളില് മാത്യു കുഴൽനാടനും രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനൊക്കെ ഫോളോ ചെയ്ത് അവരെ ആക്രമിച്ച ആ അഴിമതി മറ്റു കാര്യങ്ങളില് ആ സമയത്ത് ഇവര് തിരുത്തേനെ. അപ്പോൾ ഇവര് വിചാരിച്ചു പിണറായി മാജിക്കില് തുടർഭരണം വീണ്ടും കിട്ടുമെന്ന് വിചാരിച്ചു. ജനം ഇതെല്ലാം നോട്ട് ചെയ്തു. ജനത്തിന്റെ പൾസ് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇവര് ഇനിയും തിരുത്താനൊന്നും പോകുന്നില്ല. ഇതില് നേതൃത്വം വഹിക്കുന്ന പണ്ടന്മാര് എല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ സംസാരിച്ച ആ അനുഭാവികളെ പോലെയുള്ള പ്രബുദ്ധരായ മുകളിലേക്ക് കയറി വന്നാൽ ചിലപ്പോ ജനം വീണ്ടും ഒരു നല്ല മനസ്ഥിതി കാണിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. എന്റെ ഭാര്യ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു. സ്ഥിരമായിട്ട് നമ്മുടെ ഒരു പ്രേക്ഷകയാണ്. ഭാര്യയ്ക്കും അവിടെയുള്ള മലയാളി പ്രേക്ഷകർക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ജോലി ചെയ്യുന്നത്? സിംഗപ്പൂര്. അവിടെ സിംഗപ്പൂരിൽ. ഓക്കെ. എന്താണ് ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് ലീല. ഓക്കെ. അപ്പൊ എന്തായാലും സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന ലീല ചേച്ചിക്കും കൂട്ടുകാരികൾക്കും എല്ലാം സുബ്രഹ്മണ്യൻ ചേട്ടന്റെ വക ഒരു ഹായ്. അത് പൊതുവേദിയുടെ വക കൂടി ഒരു ആശംസകൾ അറിയിക്കുന്നു. ശരി, എന്തായാലും കാണുന്നുണ്ടായിരിക്കുമല്ലോ ലീല ചേച്ചി? ആ സമയം അവര് സ്ഥിരം കാണുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ. ശരി, ഓക്കെ. എന്തായാലും സിംഗപ്പൂരിൽ നിന്ന് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വിളിക്കാൻ പറയാം. നമുക്ക് പൊതുവേദിയിൽ സിംഗപ്പൂരിൽ നിന്ന് ചില അഭിപ്രായങ്ങളൊക്കെ പറയാമെന്ന് പറയാം. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. വിളിച്ചത് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ മറ്റു മാർഗമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗപ്പൂരിൽ നിന്ന് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും കിട്ടും. വിദേശത്ത് നിന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്ഥിരമായി. മലയാളി പ്രേക്ഷകരുണ്ട്. ശരി, അപ്പൊ എന്തായാലും ശ്രീമതി റഹീമയാണ് കോഴിക്കോട് നിന്നും. ശ്രീമതി റഹീമ, CPM കഴിഞ്ഞ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പൊതു രീതി
നേതൃത്വമെടുക്കുന്ന തീരുമാനം അപ്പടി അംഗീകരിക്കുന്നവരല്ല. വിമർശനാത്മകമായ കാര്യങ്ങളെ സമീപിക്കുന്നവരാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ. അവർ അവരുടെ കമ്മിറ്റികളിലൊക്കെ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അതിന് പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനമായാലും അതിനെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള അവകാശം ആ കമ്മിറ്റികളിൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് വരെയുണ്ട്. അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ നേതാവ് പറഞ്ഞു എന്നതുകൊണ്ട് അനുസരിക്കുക എന്നുള്ള രീതിയൊന്നുമല്ല. പക്ഷേ തീരുമാനമെടുത്താൽ തീരുമാനത്തിനൊപ്പം നിൽക്കും. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ കമ്മിറ്റികളിൽ അത്തരം അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെക്കുക, അഭിപ്രായ ഭിന്നതയല്ല, ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ മാറ്റിവെച്ച് തീരുമാനം വരും, അത് നടപ്പാക്കുക എന്ന രീതിയിലേക്ക് മാറി. അങ്ങനെ വല്ലാതെ പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ കൂടി ഉണ്ടായോ? അതുകൊണ്ടുകൂടിയാണോ ഈ പരാജയം? റഹീമ പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. തീർച്ചയായും സാറേ, തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീർച്ചയായും തിരിച്ചു വരും. കാരണം ഇത് 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ, BD സതീശൻ കയറിയിട്ട് 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അവർക്ക് മുഖ്യമന്ത്രിന്റെ മാതിരി ഇത് 1 കൊല്ലം കൊണ്ട് ഇത് ഭരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതവിടെ നിൽക്കട്ടെ, അവർക്ക് ഭരിക്കാൻ കഴിയുമോ കഴിയാതിരിക്കുന്ന അവസ്ഥ അവിടെ നിൽക്കട്ടെ. 10 വർഷം ബഹുമാനപ്പെട്ട ശ്രീ റഹീമ, അതല്ല എന്റെ ചോദ്യം, അതല്ല റഹീമ, അവർക്ക് ഭരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ കേട്ടെ. അവരുടെ വീഴ്ച കൊണ്ട് തിരിച്ചു വരിക എന്നുള്ളതല്ലോ. തോറ്റപ്പോൾ ഇതിന് എവിടെ എന്ത് വീഴ്ച ഉണ്ടായി, ആ വീഴ്ച തിരുത്താൻ എന്ത് തുറന്ന് സമ്മതിച്ച് തിരുത്തുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പക്ഷെ ജനങ്ങളെ എല്ലാ ബാധ്യതകളും കേട്ട് അവർക്ക് വോട്ട് ചെയ്തതിനെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് കർശനം വന്നത്. അവരുടെ വാക്ക് സൗജന്യം എല്ലാ വാക്കുകളും കേട്ടിട്ട് അവര് VD സതീശന് വേണ്ടി അവര് മുഖ്യമന്ത്രി ആവണം, അങ്ങനെ ആയിട്ട് അവര് പിണറായി വിജയൻ അതില് ആരും അങ്ങനെ അംഗീകരിച്ചില്ല. എല്ലാ വാഗ്ദാനം കൊടുത്തു, പക്ഷെ പിണറായി വിജയൻ സാർ ചെയ്തതൊക്കെ മറന്നുപോയി. അങ്ങനെ ചെയ്തത് ആരുടെ ഔദാര്യമൊന്നും അല്ലല്ലോ റഹീമ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയല്ലേ ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. പെൻഷനൊക്കെ ഏത് പെൻഷൻ കൊടുത്താലേ, ഞാനതാ പറഞ്ഞ റഹീമ, ഇതൊന്നും ആരുടെ ഔദാര്യമല്ല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് സർക്കാരുകളെ തെരഞ്ഞെടുത്ത് വിടുന്നത്. എന്നാലും അതൊരു തോൽവി, ഇവര് ജനങ്ങൾ തോൽപ്പിച്ചതാണ്. ജനങ്ങൾ തോൽപ്പിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. കാരണം ഈ സൗജന്യമായിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. സൗജന്യം തന്നെയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ കിറ്റ് കൊടുത്തെന്ന് പറഞ്ഞ കിറ്റ് കൊടുത്തോണ്ടാ ജയിച്ചെന്ന് പറയേണ്ടി വരത്തില്ലയോ? അങ്ങനെയല്ലല്ലോ. ജനത്തിന് ഈ ഭരണം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ജനം തോൽപ്പിച്ചു. അതെ, അപ്പോഴും തിരുത്താൻ എന്ത് വേണമെന്ന് റഹീമ പറയുന്നില്ല. തീർച്ചയായിട്ടും തിരിച്ചു വരും, തിരുത്താൻ ചെയ്യും. തിരിച്ചു വരുമോ ഇല്ലയോ എന്നല്ല റഹീമ ചോദ്യം. ഈ തെറ്റെന്താണ് പറ്റിയത്? ആ തെറ്റ് തുറന്നു പറഞ്ഞ് തിരുത്തണ്ടേ? തെറ്റ് പറ്റിയത് ഇനിയിപ്പോ പറയാൻ എന്താ ഉള്ളതെന്ന് ആർക്കും എന്താന്ന് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്താ എവിടാണ് തെറ്റ് പറ്റിയെന്ന്. ശരി, റഹീമ അടക്കം നിന്ന് ചിന്തിച്ചു നോക്കൂ എവിടെയാണ് തെറ്റ് പറ്റിയെന്ന്. ശരി, ശ്രീ MB മണിയാണ് വിളിക്കുന്നത് ഷൊർണൂരിൽ നിന്നും. ശ്രീ MB മണി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ആണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിലനിർത്തിക്കൊണ്ടു പോരുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ കൂടി ഒരു അഭാവമാണോ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പാർട്ടി ഇങ്ങനെ ദയനീയമായി പരാജയപ്പെടാൻ പോവുകയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് നേതാക്കൾക്ക്? ഇവിടെ ഈ നമ്മൾ പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ്. നമ്മുടെ ഈ യാത്രക്കിടയിൽ, പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രക്കിടയിൽ തൊഴിലാളികൾ ഇല്ലാത്ത നേതൃത്വം വന്നു. ഒരു തൊഴിലാളി നേതൃസ്ഥാനങ്ങളിൽ ഇല്ല. ഈ തൊഴിലാളി വർഗ സർവാധിപത്യം പോയി അത് പാർട്ടിയുടെ സർവാധിപത്യമായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് പാർട്ടി നേതാക്കളുടെ സർവാധിപത്യമായി. ഇവിടെയാണ് ഒരു തൊഴിലും അറിയാത്ത തൊഴിലാളികൾ എന്ന് പറയുന്നവരാണ് നേതാക്കളായി വന്നത്. ഈ അവസ്ഥയിൽ വന്നപ്പോൾ ഈ വ്യക്തികളുടെ നേതൃത്വത്തിൽ വന്നു. ആരൊക്കെയാണോ നേതാക്കൾ അവർ പറയുന്നതാണ് പാർട്ടി നയം. അവിടെയാണ് പാഴ്ച സംഭവിച്ചത്. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. ജനങ്ങൾക്ക് പാർട്ടി അപ്രാപ്യമായി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത പാർട്ടിയായി. ഇത്രയേ ഉള്ളൂ പരാജയത്തിന് കാരണം. ഇത് തിരുത്തിയാൽ തിരിച്ചു വരാൻ എളുപ്പമാണ്. ശരി, വളരെ വാല്യുബിളായ വാക്കുകൾ തന്നെയാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്നതിന് പകരം ചില നേതാക്കളുടെ സർവാധിപത്യത്തിലേക്ക്, അവരുടെ നിയന്ത്രണത്തിലേക്ക് ഈ പാർട്ടി പോയി. അത് തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ ഈ പാർട്ടിക്ക് മടങ്ങി വരാമെന്നാണ് ശ്രീ MB മണി ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ബാലനാണ്, പാലക്കാട് നിന്ന് തന്നെയാണ്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരമൊരു തിരുത്തലുകൾ വരുത്തി യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ഇടതുപക്ഷം തിരിച്ചു വരേണ്ടത്, ഇടതുപക്ഷം ശക്തിയായി നിലനിൽക്കേണ്ടത് മലയാളി എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നുകൂടിയാണ്. അത്തരമൊരു തിരുത്തലിന് കേരളത്തിലെ CPM തയ്യാറാകുമോ? നമസ്കാരം. ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ സംവിധാനം തിരിച്ചു വരണമെന്നുണ്ട്. പക്ഷെ സാധ്യത കുറവാ. കാരണം നേരത്തെ ഇപ്പൊ നമ്മുടെ ഒരു മുൻ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ളത് നേതാക്കളുടെ സർവാധിപത്യത്തിലേക്ക് വഴിമാറി പോയിട്ടുണ്ട്. ഇപ്പൊ അത് തിരിച്ചു പറഞ്ഞത് 2008 മുതലാണ് അങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയത്. 2008 ഈ സഹോദരൻ പാർട്ടി സെക്രട്ടറി ആയത്. 2008 മുതൽ അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിലാണ് പാർട്ടി ഈ എന്താ പറയാ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞ സംബോധനത്തിൽ ഇല്ലാതായി പോയി. ഞാൻ അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്നൊരു കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ പോയിക്കൊടുക്കും. ഞാനൊരു പാർട്ടി അനുഭാവിയാണ് കുട്ടിക്കാലം തൊട്ട്, ഇപ്പോഴും പാർട്ടി അനുഭാവിയുണ്ട്. പക്ഷേ ഈ പാർട്ടി അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. ഇങ്ങനെ എത്തിച്ചാൽ എനിക്ക് വിഷമം. അത് എന്ത് ചെയ്യാന്ന് വെച്ചെങ്കിൽ
ഇവരെന്ന് പറയുന്നത് പിന്നെ സാധാരണ ഇതിൽ വയനാട് ഭരിക്കുമ്പോഴോ അല്ലെങ്കിൽ GS ഭരിക്കുമ്പോഴൊക്കെ ഈ സർക്കാരിൽ പാർട്ടിക്ക് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2016 തൊട്ടിട്ട് ഈ 26 വരെ ഒരു വ്യക്തി പാർട്ടിനെ നിയന്ത്രിച്ചു, സർക്കാരിനെ നിയന്ത്രിച്ചു. അതാണ് ഒന്നാമത്തെ പ്രശ്നം വന്നത്. ശരിക്കും പറയാച്ചാൽ രണ്ടാം പിണറായി സർക്കാർ വേണമെങ്കിൽ ജനങ്ങൾക്ക് അത്യാവശ്യം കൊള്ളാവുന്ന കുറെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്നിട്ട് അത് ഈ അഹങ്കാരത്തിനും ദാഷ്ട്യത്തിനും ഈ ആർഭാട ജീവിതത്തിനും മുകളിൽ വഴിമാറിപ്പോയി. ഒരു എളിമ വിനയം ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ ഒരു പൊതുപ്രവർത്തനമുണ്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക്. അതാണ് ഈ അഹങ്കാരത്തിനും ദാഷ്ട്യത്തിനും വഴിമാറി കൊടുത്തത്. ഇനി തിരിച്ചു വരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ശരി, അവർക്ക് വരാൻ പ്രയാസമാണ്. ഇപ്പൊ ഇതിന്റെ മുന്നേ തന്നെ ഒരു ഗൃഹസന്ദർശനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ അറിയുന്ന ആളാണ്. എങ്ങനെയുണ്ട് ഭരണം? കുഴപ്പമില്ല, ഇങ്ങനെ വാക്ക് പറഞ്ഞു പറ്റും. പക്ഷെ അത് ഒന്ന് വിശദമായി സംസാരിച്ചാലാണ് എവിടെയാണ് ഈ പോരായ്മകൾ എന്ന് പറയാൻ പറ്റുള്ളൂ. വിശദമായി സംസാരിക്കാൻ അവസരം കിട്ടില്ല. ഇനി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ? കാരണം 80 വയസ്സ് ഒരാളാണ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. ഒരു 2ാം നിരക്കും 3ാം നിരക്കൊക്കെ ഒന്ന് മാറിക്കൊടുക്കാലോ. അങ്ങനെ ചെയ്യണ്ടേ? കാരണം അത് ഈ ആഡംബരത്തിന്റെ അധികാരത്തിന്റെ സുഖലോലുകളിൽ ജീവിച്ച ഒരാൾക്ക് ഇനി താഴത്തോട്ട് ഇറങ്ങിയാൻ പറ്റും. ഇപ്പൊ 2021 ഉമ്മൻചാണ്ടി നിയമസഭയിലുണ്ട്. എന്നിട്ടും തീർത്തും 2ാം നിര 3ാം നിര എന്ന് പറയുന്ന VD സതീശനാണ് പ്രതിപക്ഷ നേതാവാക്കി വരുന്നത്. കാരണം അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഈ തലമുറ മാറ്റം. ഇവിടെ അതില്ല. ഞാൻ എന്നൊരു വ്യക്തി എന്റെ കാലശേഷം ഈ ഒരു പാർട്ടിയിൽ വേറൊരാൾ പാടുകൊള്ളുന്നൊരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് മാറാതെ ഈ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലൻ, ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഉണ്ടാകുന്ന വിമർശനം, ഇതിലും കടുത്ത വിമർശനമായിരിക്കും ഇനി ഏരിയ കമ്മിറ്റികളിലേക്കും ലോക്കൽ കമ്മിറ്റികളിലേക്കും ഒക്കെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത്. ഈ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തിരുത്താൻ ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാക്കൾ തയ്യാറാകുമോ? ശ്രീ ദിവാകരൻ, താങ്കൾക്ക് പറയാം. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, താങ്കൾ പറഞ്ഞോളൂ. ആദ്യം തന്നെ ഒരു അഭിനന്ദനം തരട്ടെ കിരണിന്. ഡൽഹി മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ തന്നുകൊണ്ടിരുന്ന റിപ്പോർട്ട് നല്ല അഭിനന്ദനം കേട്ടോ. ശരി, ഓക്കെ. ഞാൻ നേരത്തെ പിന്നെ ഡൽഹിയിൽ കുറെ കാലം ജോലി ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് അവരോട് പോകാമെന്ന് കരുതിയപ്പോൾ. ഞാനൊരു അണ്ടറിൽ ചെയ്തൊരു കാര്യം പറയാം. ഇത് ഈ പറഞ്ഞ തോൽവിയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ബംഗാളിലും ത്രിപുരയിലും ഇതെല്ലാം ചെയ്തൊരു പാർട്ടിയാ. കേരളത്തിലേക്ക് വരുമ്പോൾ അലകും പിടിയും മാറിയില്ലെങ്കിൽ ഈ പാർട്ടിക്ക് നിലനിൽപ്പില്ല. കാരണം ഇവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റും കൂടി അവിടുന്ന് കിട്ടിയ റിപ്പോർട്ടിംഗ് എന്നും പറഞ്ഞൊരു പഴയ നമ്മുടെ രാജഭരണത്തിന്റെ തീറോയിലേക്ക് വരുന്ന പോലെ വരും. വന്ന് കസേരയിട്ടങ്ങോട്ട് ഇരുന്ന് ഒരു പ്രസംഗം സാർ. പ്രസംഗത്തിൽ ഇവരെന്താ ഉദ്ദേശിക്കുന്ന അണികളെ അങ്ങ് ബോധ്യപ്പെടുത്തും പ്രവർത്തകരെ. പിന്നെ അതിന് എതിരായിട്ട് മേലിലോട്ട് ഒരു റിപ്പോർട്ടും എടുക്കത്തില്ല. അതിന്റെ താഴെ നിന്ന് വേണം ഇവർക്ക് പ്രസംഗം. ഇപ്പൊ അങ്ങനെയല്ല റജി, ഇപ്പോൾ അത്തരം റിപ്പോർട്ടുമായി വരുന്ന സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആളുകൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എടുത്തുടുക്കുകയാണ്. എടുത്തുകൊടുക്കുക. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞു കേട്ടോ, താഴേന്ന് എനിക്ക് തന്ന റിപ്പോർട്ട് തെറ്റാന്ന്. ഈ റിപ്പോർട്ടാണ് മേലിലോട്ട് ചെന്നിരിക്കുന്നത്. അതെ, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ വോട്ടെണ്ണലിന്റെ തലേന്ന് വരെ 75 സീറ്റ് കിട്ടുമെന്ന് സാധാരണക്കാരായ അണികൾക്കൊക്കെ അറിയാമായിരുന്നു പരാജയപ്പെടുമെന്ന്. പക്ഷേ നേതാക്കൾ അപ്പോഴും വിശ്വസിച്ചു. അതെ, ജനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല സാറേ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1200 വോട്ടർമാരെ മൊത്തത്തിൽ ഇവർക്ക് വിലയിരുത്താനൊക്കാത്ത ബ്രാഞ്ച് ഏരിയ കമ്മിറ്റിയും ഒക്കെയാണ് ഇവർക്കുള്ളത്. അപ്പൊ പിന്നെ ജനങ്ങളുമായിട്ട് എന്താ ബന്ധം? ഇത് പോയത് തന്നെ സാറേ. പാർട്ടി പോകരുത് നമ്മൾ ധരിക്കുന്നു, പക്ഷെ നേതാക്കന്മാരുടെ പ്രവൃത്തിയും രീതിയും മാറണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് ആണ്, മാഹിയിൽ നിന്നാണ്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് ഈ കനത്ത തോൽവി ഈ തലക്കടി കിട്ടിയതുപോലെയാണ്. അതുകൊണ്ടെങ്കിലും ഈ പാർട്ടി തെറ്റ് ഏറ്റു പറഞ്ഞ് തെറ്റ് തിരുത്തി വീണ്ടും പഴയ കരുത്തിലേക്ക് മടങ്ങി വരുമോ? ഒരിക്കലുമില്ല. ഈ അണികളുടെ ധാർഷ്ട്യം മാറ്റാണ്ട് ഒരിക്കലും വന്ന് പാർട്ടി മുന്നോട്ട് വരികയെന്നുള്ള സാഹചര്യം ഇല്ല. അത് മാത്രമല്ല, CPM ഭരണത്തിലിരിക്കുമ്പോൾ അവരെ ആൾക്കാർക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൽ നിന്നടക്കം ചെയ്തിരുന്നത്. മറ്റുള്ള പാർട്ടിക്കാർക്ക് ആർക്കും വന്ന് ഒരു ഉപകാരങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടുന്ന ആൾക്കാർക്ക് മാത്രം. അതില്ലാതെ അണികൾ നല്ല രീതിയിൽ ജനങ്ങളോട് പെരുമാറി കഴിഞ്ഞാൽ തന്നെ ആ പാർട്ടിക്ക് വളർച്ചയുണ്ടാവും. ഞങ്ങളോടുള്ള വീട്ടിൽ പറഞ്ഞാൽ നിങ്ങളെ വോട്ട് വേണ്ടെന്നാ. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. നിങ്ങളെ വോട്ട് വേണ്ട എന്നാണ് ഇവിടെയുള്ള പ്രവർത്തകർ ഞങ്ങളോടൊക്കെ പറഞ്ഞത്. ഇവിടെ വന്ന് എന്റെ വീട്ടിന്റെ അടുത്ത് വെള്ളം കയറിയിട്ട് എനിക്ക് മാത്രം 10,000 രൂപ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അന്വേഷിച്ചപ്പോ ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പർ എന്റെ പേര് അടിച്ചു കളഞ്ഞതാണ്. അവരെ പ്രവർത്തകരെ വീട്ടിൽ മാത്രം വെള്ളം കയറി എല്ലാവർക്കും കൊടുത്തിന്, എല്ലാത്ത ആൾക്കാർക്ക് പണമില്ല. അതെല്ലാണ് സ്ഥിതി. അപ്പോൾ
എല്ലാം പ്രതികരിക്കും. ആ പ്രതികരണമാണ് ഈ കണ്ടത്. ശരി, ഓക്കെ. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു തിരുത്തലിലൂടെ വീണ്ടും പഴയതുപോലെ കരുത്തോടെ തിരിച്ചു വരാൻ ഈ CPM കഴിയുമോ? സാറേ നമസ്കാരം. നമസ്കാരം. അത് നമുക്കിപ്പം പ്രവചിക്കാൻ പറ്റത്തില്ല സാർ. കാരണം നമ്മുടെ ജനാധിപത്യം ആ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. കേരളത്തെ സംബന്ധിച്ച് ഇപ്പം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ആ രീതിയിലുള്ള ഒരു സംസ്കാരം നമ്മളും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത 5 വർഷം കഴിഞ്ഞ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഇപ്പം ജനാധിപത്യം അല്ല ഇപ്പം ശരിക്കും പറഞ്ഞാല് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ വിലയിരുത്തലാണ്. ശരി, ഓരോരുത്തരും അവരവരുടേതായ ആംഗിളുകളിലൂടെയാണ് വിലയിരുത്തുന്നത്. ഏതെങ്കിലും ഒരെണ്ണം ശരിയാണ്, ഒരെണ്ണം തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കളെപ്പോഴും ഈ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന നിലയിൽ നിന്നും ഈ കഴിഞ്ഞ സർക്കാർ അതൊരു പിണറായി സർക്കാർ ആയി മാറിയത് കൊണ്ടാണോ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത്? തീർച്ചയായും കിരൺ ബാബു, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ ഡിവിഷനില് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ കാരാ ഡിവിഷൻ ഒരു മുൻ ബ്രാഞ്ച് സെക്രട്ടറി ട്രിബിളായിട്ട് മത്സരിച്ച് 458 വോട്ടിന് ജയിക്കുമ്പോൾ അന്ന് ചിന്തിക്കായിരുന്നു പാർട്ടി. അന്ന് പാർട്ടി കണ്ണു പറഞ്ഞ് നോക്കണമായിരുന്നു. ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനെ പറ്റി ഞാനൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന ആളാണ്. 4 ആൾ കൂടുന്ന ഏത് പാർട്ടിക്കാരിലായാലും ഇയാളെ പോയി ഞാൻ വിചാരിക്കാം കേരള രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം വെറുക്കപ്പെട്ട രാഷ്ട്രീയ നേതാവുക അത്രമാത്രം ഈ പാർട്ടിയിലെ മെമ്പർമാരാണ് പറയുന്നത്. പാർട്ടിയിലെ മെമ്പർമാരെ നമ്മളൊക്കെ പറയാം ഇയാളൊറ്റ ഒരാൾ കാരണമാണ് ഈ അവസ്ഥയിലായത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പോ ഈ അവസാനം 82ാമത്തെ വയസ്സിൽ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഇടക്ക് പറഞ്ഞു ഏതായാലും ഇനി പ്രതിപക്ഷ നേതാവായിട്ട് പുള്ളി വരൂല, ഇത്രയും വലിയ 10 കൊല്ലം ഭരിച്ച് കഴിഞ്ഞ് നിൽക്കുക. ഞാൻ അന്നും പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇയാൾ കൊടുക്കില്ല. കാരണം ഇയാൾക്ക് 56 കൊല്ലമായിട്ട് ഈ നാട്ടിന്റെ സുഖം അനുഭവിച്ച് ജീവിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു പെൺകുട്ടി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, ഒരു പെൺകുട്ടി പ്രസംഗം കഴിഞ്ഞ പാട് പറയുന്നത്, ഒരു 10-30 വയസ്സ് ചെറുപ്പക്കാരി യുവതി പറയുന്നത്, നമസ്കാരം സാർ, നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചായിരുന്നു. ഉടനെ ഇയാൾ തിരിഞ്ഞെന്ന് പറഞ്ഞ വാക്കുകൾ കേട്ടോ ആ കുട്ടി ആ സ്റ്റേജിൽ വെച്ച് അത്തവനായി പോയി. അന്ന് ഏതെങ്കിലും ഒരാൾ അതിനെപ്പറ്റി ഇയാളെ ബുള്ളറ്റിന്റെ ഭാര്യയോ ഇയാളെ മോളോ അച്ഛാ പാടില്ല അച്ഛാ അന്റെ പ്രായത്തിലെ പെൺകുട്ടിയാണ് അച്ഛൻ പറഞ്ഞ് തെറ്റായിപ്പോയെന്ന് പറഞ്ഞെങ്കിൽ പിറ്റേന്ന് ഇയാള് വീട്ടിൽ പോയി ചോദിക്കുന്നത് പറയില്ലായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾ ഈ പാർട്ടിക്കാരെ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ കുറച്ചു മുമ്പ് കിള്ളിപ്പാലംകാരന്റെ ഇതുപോലത്തെ ആൾക്കാർ ഇയാള് സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ വടിവാളിന് മുമ്പിലേക്ക് നടന്നിട്ടുണ്ട്, ഇന്ത്യയും ചന്ദ്രനെയും പോലിക്കൂല, ഞാൻ അങ്ങനെയാണ് പഴയ വിജയനെ പുതിയ ഇത് പറയുമ്പോൾ കുറെ ആസ്ഥാന വിജയ ഹോ 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 എന്ന് പോക്കും. അതാണ് ഇയാൾക്ക് വളം വെച്ച് കൊടുത്തത്. ഇനിയെങ്കിലും ഇയാൾ നിയന്ത്രിക്കണം. ഇയാളെ മാറ്റി നിർത്തിയേ പറ്റൂ. ഇനിയെങ്കിലും പാർട്ടി നിർത്തി വേണ്ടെങ്കിൽ ആ ശൈല ടീച്ചറൊക്കെ ശരിക്കും അവനെ കുരുതി കൊടുത്തത്. ഈ ചാനലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പാവം മണ്ണുകളെ കുരുതി കൊടുത്താണ്. ഓക്കെ കിരൺ ബാബു പറഞ്ഞു. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദാസനാണ് പ്രതികരിച്ചത്. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ വീണ്ടും ചർച്ച തുടരും. കോഴിക്കോട് ശ്രീ ഉമേഷ്, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ഇത് ഇവിടെ പലരും പറയുന്നത് പിന്നെ ഏകാധിപത്യ സ്വഭാവവും അതുപോലെ തന്നെ ധാർഷ്ട്യവും ഒക്കെ തന്നെ എല്ലാം ഉണ്ട്. അതിനോടൊപ്പം നല്ല ഭരണമായിരുന്നു കാഴ്ചവെച്ചെന്ന് താങ്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പരിപാടിയിൽ ഇവിടെ കിറ്റിൽ അഴിമതിയും അതുപോലെ തന്നെ മാസപ്പടി കേസും അതുപോലെ ഏതെല്ലാം തരത്തിലുള്ള അഴിമതി, അത് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള, എന്തെല്ലാം തരത്തില് അഴിമതി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നല്ല ഭരണ സംവിധാനമാണ് നമ്മൾ കരുതേണ്ടത്. അത് നല്ലതാണോ? അതേപോലെ തന്നെ ഇവിടെ ആന്തൂർ സാജന്റെ മരണം, അതേപോലെ തന്നെ ഇവിടെ ADM നവീൻ ബാബുവിന്റെ മരണം, ഇതൊക്കെ ഈ കേരളത്തിൽ സംഭവിച്ച ഈ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിച്ച സമയത്ത് സംഭവിച്ച സംഭവ വികാസങ്ങളല്ലേ ഇതൊക്കെ ന്യായീകരിക്കാൻ പറ്റും. ഇതൊക്കെ നല്ല ഭരണത്തിന്റെ കാഴ്ചയാണോ? ശ്രീ ഉമേഷ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഒരു ഭരണം എന്ന നിലയ്ക്ക് ഈ സർക്കാർ വികസന പ്രവർത്തനങ്ങളായാലും ക്ഷേമ പ്രവർത്തനങ്ങളായാലും എല്ലാം
സാമാന്യം നന്നായി. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാധ്യമപ്രവർത്തന എന്ന വിലയിരുത്തലിൽ ഒരു മുൻ സർക്കാരുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു മോശപ്പെട്ട സർക്കാർ ആയിരുന്നില്ല, മെച്ചപ്പെട്ട സർക്കാർ തന്നെയായിരുന്നു. പക്ഷേ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജനം അതെല്ലാം ഉറപ്പാക്കിയതുകൊണ്ട് മാത്രം എപ്പോഴും ജനം അനുകൂലിക്കണമെന്നില്ല. പക്ഷേ സർക്കാർ പല കാര്യങ്ങളും എടുത്ത നിലപാട്, ഇപ്പോൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വന്ന് വഴിയിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അടിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ സമരം ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ സമരങ്ങൾ കണ്ട് ശീലിക്കുകയും അത് ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. വഴിയിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തലക്കടിച്ചാൽ അന്ന് ആ ഗൺമാനെ പുറത്താക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. അവിടെ അതിന് പകരം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഇടതുപക്ഷക്കാരൻ പോലും അംഗീകരിക്കില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ നേട്ടങ്ങളെല്ലാം ഇല്ലാതാവുന്നല്ല പറഞ്ഞത്, അവരുടെ ഈ പ്രവർത്തനം. അതുകൊണ്ട് സർക്കാർ എല്ലാം മെച്ചമാണ്, മുഴുവൻ മെച്ചമാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങാൻ തക്ക മോശപ്പെട്ട ഒരു സർക്കാർ ആയിരുന്നില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, കൂട്ടി വായിക്കുമ്പോൾ എല്ലാം വായിക്കണമല്ലോ. എല്ലാം വരും. അതുകൊണ്ടാണല്ലോ പരാജയപ്പെട്ടത്. വെള്ളക്കാരൻ കൂട്ടി, പൂന്തിരി കൂട്ടി, പിന്നെ ഇവിടെ സുലഭമായി മദ്യവർജനം എന്ന് പറഞ്ഞ് എന്താണ് ഈ മദ്യവർജനത്തിന്റെ അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലാക്കാത്തൊരവസ്ഥ. പഴയ സത്യനന്ദിക്കാരന്റെ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ പറയും പോലെ എന്തൊക്കെയോ പറയും, പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നിട്ട് അവസാനം ഇവിടെ ബാറുകൾ കൂട്ടി 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 ഇവിടെ വെറും മദ്യം വിൽപ്പന മാത്രം നടത്തുന്ന സംസ്ഥാനം പോലെയാക്കി മാറ്റി. ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? ജനങ്ങൾ ഇതുപോലെ ഇവരെ ഭാഗത്തുള്ള ഒരുപാട് അഴിമതികളും കൊള്ളരുതായ്മകളും ഒക്കെ കൂടിയുണ്ട്. അത് മാത്രം ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് കുറെ കൂടി പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും കേരളത്തിലെ ജനങ്ങളാരും, സാധാരണ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ കേരളത്തിൽ CPM ഓ കോൺഗ്രസോ പോലൊരു പാർട്ടി ഇല്ലാതാവണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഈ രണ്ട് പാർട്ടികളും കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഭൂരിപക്ഷം. അത് എത്രയോ തെരഞ്ഞെടുപ്പുകളായിട്ടുള്ള തെളിവാണ്. പക്ഷേ CPM വല്ലാതെ ജനങ്ങളിൽ നിന്ന്, CPMൻ്റെ നേതാക്കൾ അകന്നു പോയതിൻ്റെ തെളിവാണ്. വോട്ടിട്ട പെട്ടിയിൽ ഞങ്ങളെ ഇങ്ങനെയാണ് വോട്ടിട്ടതെന്നതിൻ്റെ ഒരു സൂചന പോലും തിരിച്ചറിയാൻ കഴിയാതെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എല്ലാ സംവിധാനങ്ങളും കയ്യിലുണ്ടായിരുന്ന പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറയുന്നത് 75 സീറ്റ് വാങ്ങി ജയിക്കുമെന്നൊക്കെ എല്ലായിടും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രത്തോളം അകന്നുപോയ ഒരവസ്ഥയിൽ നിന്നും ഒരു തിരുത്തലിന് ഈ പാർട്ടി തയ്യാറാകുമോ? നമസ്കാരം. നമസ്കാരം. ഇപ്പൊ എത്ര ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്? അത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണേ കുറെ അധികം സമയം എടുക്കും. ചുരുക്കി പറഞ്ഞോളാം. ചുരുക്കിയാ പറയുന്നത്. അതായത് ഈ പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തായിരിക്കുമെന്ന് ഇന്നത്തെ ഒരു കാര്യം പറയാം. ഇന്ന് ചാനലെല്ലാം കാണിച്ചല്ലോ. എന്താണ് എന്താ ഒരു ഉന്നതി എന്ന് പറയുന്ന ഒരു പട്ടികജാതി കോളനിയില് പോലീസ് കയറി നരനായിട്ട് നടത്തി. മിക്കവാറും ചാനൽ കാണിച്ചു, ചില ചാനലുകൾ മനഃപൂർവ്വം കാണിച്ചില്ല കേട്ടോ. ഞാൻ എല്ലാ ചാനലും മാറി നോക്കി, ചില ചാനലുകാർ കാണിക്കുന്നേ ഇല്ല. അതെന്താ കാര്യം അറിയാമോ? ചിലപ്പോൾ കാണിക്കാത്തത് മനഃപൂർവ്വമാണെന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോൾ എല്ലാ ചാനലിനും എല്ലായിടത്തും അവിടെ ഈ പറയുന്ന ഒരു ജില്ലയിൽ ഒരു റിപ്പോർട്ടർ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. ചില ജില്ലകളിൽ ചിലപ്പോൾ ഒരു ക്യാമറമാനൊക്കെ ആയിരിക്കും. എല്ലാ ചാനലിലും അങ്ങനെ 5-10 ആളുകളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വിഷ്വൽ കിട്ടാത്തതുകൊണ്ട് കാണിക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ മനഃപൂർവ്വം കാണിക്കാതിരിക്കും, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ജാമ്യം എടുക്കാൻ പറ്റാത്ത ചാനലുകളും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ. പക്ഷെ അവിടെ ഓടിയെത്തിയത് ആരായിരുന്നു? ഓടിയെത്തിയത് ചെങ്കടി പിടിച്ച സഹാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഭരണത്തിൽ കയറിയ ഏതെങ്കിലും കക്ഷിയും ഇവിടെ വലിയ ഘോരഘോരം അഹങ്കാരം എന്ന് പറയുന്ന ആ ആൾക്കാരുടെ കക്ഷികൾ ആരെങ്കിലും അവിടെ വന്നിരുന്നോ? നിങ്ങളുടെ റിപ്പോർട്ടർമാരുണ്ടായിരുന്നല്ലോ അവിടെ, ഇല്ലായിരുന്നോ? അല്ല, അതവിടെ നിൽക്കട്ടെ. അത് ശരി, സമ്മതിച്ചു. ഞാൻ ചോദിച്ചതല്ലോ. ഞാൻ ഈ ചോദിച്ചതിന് മറുപടിയാ പറയുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ നടത്തുന്നത്. ഈ പറഞ്ഞ ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. കോവിഡ് വന്ന് ഈ നാട്ടിൽ അധികം ആൾക്കാർ മരിച്ചപ്പോഴൊക്കെയും അവരെ ബോഡിയുടെ സംസ്കാരം നടത്താൻ ഈ പറയുന്ന കോട്ടെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ചെയ്യുന്നത് കൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ആ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നത്, നിർത്തുന്നതും. അതിന്റെ പേരിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾ മറ്റു ചില കാര്യങ്ങളിൽ മോശപ്പെട്ട പ്രവൃത്തി കാണിക്കുമെന്ന് പറഞ്ഞാൽ ജനം അംഗീകരിക്കില്ല. അത്രേ ഉള്ളൂ. ഞാൻ അവതാരകൻ എന്നുള്ള നിലയിൽ താങ്കൾക്കല്ല ഞാൻ മറുപടി പറയുന്നത്. ഈ ചാനൽ ഇതുവരെ സംസാരിച്ച് പറഞ്ഞോളൂ. അല്ല, ചുരുക്കി പറയണം. അതിങ്ങനെ നീണ്ടു പോയാൽ നമുക്ക് ഒരു സംഭവം പറയാം, ഒരു സെന്റൻസ് പറയണ്ടേ, അല്ലാതെ ചുരുങ്ങാൻ പറ്റുമോ? അത് കൂടുതൽ പറഞ്ഞോളൂ. അങ്ങനെ സംസ്കാരം നടത്താനും ഇപ്പൊ നോക്കൂ, എവിടെയെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് രക്തമാണെങ്കിൽ ആദ്യം അന്വേഷിക്കുന്ന DYFI യൂണിറ്റിലാ. ഈ റെയറായിട്ടുള്ള ഗ്രൂപ്പ് കിട്ടുമെന്ന് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാറില്ല. എന്താ കാര്യം? ഇതാണ് ഈ പ്രസ്ഥാനം. ഇതിന്റെ പേര് അഹങ്കാരം എന്നല്ല, ജനസേവനം എന്നാ. ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഈ പല ആൾക്കാർ മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുത്ത ഒരു കൺസെപ്റ്റാണ് ഈ അഹങ്കാരം. ഞാൻ ചോദിക്കട്ടെ, ഒരു പത്രസമ്മേളനം നടക്കുമ്പോ മൈക്കെല്ലാം ഓണായിട്ടിരിക്കുമ്പോ ഒരു KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച പച്ചത്തെറി
അത് അഹങ്കാരമല്ല. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ ആളുകൾക്ക് ഒരാൾ അറിയാതെ പറയുന്നതും ഒരാൾ മൈക്കിന് മുന്നിൽ ബോധപൂർവം പറയുന്നതും തിരിച്ചറിയാനൊക്കെ നന്നായിട്ട് അറിയാം. ഒരാൾ ഒരു തെറി പറഞ്ഞു പോയി, ഞാൻ അതിനെ ന്യായീകരിക്കല്ല. മൈക്ക് ഓഫായി എന്ന് കരുതി സുധാകരനെ പോലെ ഒരാൾ ഒരു കാര്യം പറഞ്ഞു. ഇത് ഓണായിരിക്കുമ്പോഴല്ലേ ജി സുധാകരനെ മുഖ്യമന്ത്രി പറഞ്ഞത്? രേവന്ത് റെഡ്ഡി ഒരു മുഖ്യമന്ത്രി പറഞ്ഞത് മൈക്ക് ഓണായി മനഃപൂർവ്വം പഠിച്ചു വന്ന് പറഞ്ഞതല്ലേ? ഓർത്ത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വന്ന് പറഞ്ഞതല്ലേ? ഇത് രണ്ടും വലിയ വ്യത്യാസമില്ലേ? നിങ്ങൾ ചാനലുകാര് ഒരു ആന്ധ്ര മുഖ്യമന്ത്രി ഇവിടെ വന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ അപമാനെ ദിനേശ എന്നുള്ള ഭാഷ പറഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും ചർച്ചയ്ക്കെടുത്തോ? ആരെങ്കിലും മറുപടി പറഞ്ഞോ? അത് അങ്ങനെയല്ലല്ലോ. അത് മലയാളം അറിഞ്ഞുകൂടാത്ത ഒരാൾ ഇവിടുത്തെ ഒരു സിനിമ ഡയലോഗ് വെച്ച് ചെയ്തപ്പോൾ അതിനെ വേണമെങ്കിൽ തിരിച്ച് കളിയാക്കി വിടാം. അതിന് പകരം ഡാഷ് മോനെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ അംഗീകരിക്കും. ആരെങ്കിലും 2 ദിവസത്തേക്ക് അതിന് പ്രതികരിച്ചോ? ഇല്ല. എന്തിന്? ഇതാണോ മറുപടി പറയേണ്ടത്? മുഖ്യമന്ത്രി ഇങ്ങനെയാണ് മറുപടി പറയേണ്ടത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് തോന്നുന്ന ഭാഷയെ പ്രതികരിച്ചു. ആ തോന്നുന്ന ഭാഷയെ പ്രതികരിക്കുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഞാൻ അക്കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെയാ. ശരി, എന്നെ ആരെങ്കിലും തല്ലേ ഞാൻ തിരിച്ചു തല്ലും, അല്ലെങ്കിൽ നുള്ളുകയും ചെയ്യും. അതേ മുഖ്യമന്ത്രി ചെയ്തു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ വ്യക്തമാണ്. എന്തായാലും കേരളത്തെ അപമാനിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. അത് കേരള ജനതയൊന്നും അവരും അപമാനിച്ചില്ല. ഈ 2 ദിവസം മുമ്പും മാധ്യമക്കാരെ പിന്നെ കഥ കളച്ച് പുറത്താക്കാൻ വേണ്ടി സതീശനെ ആക്രോശിക്കുമ്പോ, ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആക്രോശിക്കുമ്പോ അത് അഹങ്കാരമല്ല? മുഖ്യമന്ത്രി ആയതിനു ശേഷം മാധ്യമങ്ങളോട് അങ്ങനെ മോശമായി വി.ഡി. സതീശൻ പെരുമാറിയിട്ടില്ല. ഈ 2 ദിവസം മുമ്പ് എപ്പോഴോ നടന്ന കാര്യം. ഈ മുഖ്യമന്ത്രി ആയ ശേഷം അങ്ങനെ ഒരു പെരുമാറ്റം ഇതുവരെ ഉണ്ടായ കഴിഞ്ഞ ഒരാഴ്ചകളിൽ എപ്പോഴോ നടന്ന, ഞാൻ കണ്ടതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആയ ശേഷം സംഭവിച്ചിട്ടില്ല. അതായത് നിങ്ങള് വലതുപക്ഷക്കാർക്ക് ഒരു പ്രിവിലേജ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പ്രിവിലേജും ഇല്ല ശ്രീ കൃഷ്ണൻകുട്ടി. ഈ നിഷ്പക്ഷമായി താങ്കൾ ആലോചിച്ച് നോക്കിയാൽ ഈ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ എല്ലാ കാലത്തും ഏത് സർക്കാർ ഇരുന്നാലും തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ വിരുദ്ധ വാർത്തകൾ കൊണ്ട് നിറയുന്ന കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ അത്തരം എതിരാളികൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വാർത്തകൾ കുറഞ്ഞ ഒരു കാലം കൂടിയായിരുന്നു ഇത്. നിഷേധിച്ചോളൂ. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പറയാം. അടുത്ത പോയിന്റ്, ഈ വയനാട്ടില് ഇത്രയും ദുരന്തം ഉണ്ടായപ്പം ലോകത്തിന് മാതൃകയായ ഒരു പുനരധിവാസമാണ് നടക്കുന്നത്, അല്ലേ? ശരി ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ ഇപ്പോഴും ആ പോയിന്റിലേക്കല്ല വരും. നമ്മുടെ സമയം കൂടുതലാവുകയാണ്. എന്തുകൊണ്ട് തോറ്റല്ലേ ചോദ്യം. ശരി, ഓക്കെ. ശ്രീ ഉണ്ണികൃഷ്ണനാണ്, പേരാവൂരിൽ നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിലെ കമന്റുകൾ വായിക്കുന്നില്ല എന്ന് നമ്മുടെ PCR നിന്നുകൊണ്ട് ആദർശ് അമരവിള എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കമൻറ്റുകളിലേക്ക് നമുക്ക് വരണം. നമുക്ക് കമൻറ്റ് നേരത്തെ വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശശിധരൻ പിള്ള പറയുന്നു, സന്ദേശ സിനിമയിൽ പറയുന്നത് പോലെ എന്നാലും ഇങ്ങനെ ഉണ്ടോ ഒരു തോൽവി? ജനങ്ങളെ സേവിക്കാനാണ് തങ്ങളെ തിരഞ്ഞെടുക്കുന്ന ബോധം എല്ലാ ഭരണാധികാരികളും ഓർത്താൽ കൊള്ളാമെന്ന് കൃഷ്ണദാസ് പറയുന്നു. ജയകുമാർ പറയുന്നു, പിള്ളേ നമസ്കാരം, പാർട്ടിയെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. റഹീമ പിണറായി ഇനി ജന്മത്തിൽ തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നു. തിരിച്ചു വരും, ഓട്ടോ വിളിച്ചു വരണമെന്ന് സുനിൽകുമാർ പറയുന്നു. ശശിധരൻ പിള്ള പറയുന്നു, പണ്ടൊക്കെ ജനങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യമനുസരിച്ച് ഭരിക്കുക എന്നതാണ്. എന്നാൽ ഇന്ന് കണ്ടത് ജനത്തെ അരച്ചു കലക്കി സേവിക്കുന്ന രീതിയാണ്. പ്രമോദ് നാണു, ഒരു കാലത്തും തിരിച്ചു വരാതിരിക്കട്ടെ, സ്വാമി ശരണം എന്നൊക്കെ പറയുന്നു. കേരളയിൽ അസ്തമിച്ചു പോയെന്ന് ആളുകൾ പറയുന്നു. കൃഷ്ണദാസ് പറയുന്നു, ഒരു ചായ വാങ്ങിക്കൊടുത്തിട്ട് ഊണുകാശ് കൊടുപ്പിച്ചതിൻ്റെ ഫലം എന്ന് പറയുന്നു. ശക്തിമാൻ, നേമത്ത് SDPI ബന്ധം ശിവൻകുട്ടിയുടെ അക്കൗണ്ട് പൂട്ടിയെന്ന് പറയുന്നു. ശിവൻകുട്ടിയെ ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയെന്ന് ഇനി ഒരിക്കലും തുറക്കില്ലെന്ന് സുൽകുമാർ പറയുന്നു. കൃഷ്ണൻകുട്ടി പറയുന്നു, പാലിയേറ്റീവ് കാവ് ഉന്നതി പട്ടികജാതി കോളനിയിൽ പോലീസ് നരനായിട്ട് നടത്തിയപ്പോൾ ചെങ്കടിയുമായി ഓടിച്ചെല്ലാൻ ഇന്നും സഖാക്കളെ ഉണ്ടായുള്ളൂ എന്ന് പറയുന്നു. അല്ല, ഗോവിന്ദൻ കൈവണ്ടിയിൽ കൊണ്ടുപോകുമെന്ന് ജയകുമാർ പറയുന്നു. എന്തായാലും വിനോദ് പറയുന്നു, മറ്റു പാർട്ടി അനുഭാവികൾ രാജ്യത്ത് തീവ്ര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹമാണ്. മറ്റു പാർട്ടി അനുഭാവിയായി രാജ്യത്ത്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി അദ്ദേഹം ഉദ്ദേശിച്ചത്. വീണ്ടും ഈ നേരത്തെ എഴുതിയ ആളുകളുടെ കമൻ്റാണ് വായിക്കുന്നത്, ഒഴിവാക്കുന്നത്. ചില വ്യക്തികൾ മാത്രം വികസിച്ചു എന്നാണ് മുരളി പറയുന്നത്. ഗൗതം പറയുന്നു, യൂട്യൂബിൽ പിന്നെന്തിനാണ് നമ്മൾ കമൻ്റ് ഇടുന്നത്? ഫോൺ എടുത്താൽ നിങ്ങൾ വിളിച്ചാൽ എടുക്കില്ല, യൂട്യൂബിൽ കമൻറ്റ് വായിക്കുന്നില്ല, എന്തിനാണ് നമ്മൾ കമൻറ്റ് ഇടുന്നതെന്നൊക്കെ ഗൗതം ചോദിക്കുന്നു. ഗൗതത്തിൻ്റെ കമൻറ്റ് ഇപ്പോഴാണ് കണ്ടത്, എന്തായാലും വായിച്ചല്ലോ. അത് ഗൗതത്തിന് വിഷമം മാറിക്കിടന്നു. ഞങ്ങൾ ആരുടെയും ഫോൺ എടുക്കാത്തതല്ല, ഫോൺ നിരന്തരം ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരേ സമയം 4 പേരുടെ ഫോണുകൾ നമ്മൾ എടുക്കും. ഓരോരുത്തർ കട്ടാകുന്നതനുസരിച്ച് ആ സമയത്ത് വിളിക്കുന്ന ആളുടെ എടുക്കും. ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പ് വിളിച്ച ആളുടെ ഫോൺ എടുക്കാൻ നമുക്ക് 4 പേരിൽ കൂടുതൽ ലൈനിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. 4 പേരെ വീതം നമ്മൾ എടുത്ത് ഓരോരുത്തർ പോകുന്നതനുസരിച്ച് ആ സമയത്ത്, ആ കട്ടാകുന്ന സമയത്ത് ആരാണോ ആദ്യത്തെ കോൾ വരുന്നത് ആ കോൾ നമ്മൾ എടുക്കുക. ലാൻഡ് ഫോണിൽ വരുന്ന കോൾ ഏതെങ്കിലും നമ്പർ നോക്കിയോ അല്ലെങ്കിൽ ആളിനെ നോക്കിയോ ഒന്നും അല്ല നമ്മൾ എടുക്കുന്നത്. എന്ത് വികസനം, റീൽസ് എടുത്തു കഴിഞ്ഞപ്പോൾ മഴയത്ത് ഒലിച്ചുപോയി. ബാബുരാജൻ കാഞ്ഞിപ്പുഴ പറയുന്നു,
കിരൺ വെളുപ്പിക്കാൻ വേണ്ടി നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട്. ബംഗാളും ത്രിപുരയും നമ്മുടെ മുന്നിലുണ്ട്. കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കാൻ പിണറായിയും ഗോവിന്ദനും ചെയ്തത് അവരുടെ പ്രത്യയശാസ്ത്രം തന്നെയാണ് എന്ന് പറയുന്നു ബാബുരാജൻ. ഞാൻ എന്താണ് ഈ ഇതുവരെ സംസാരിച്ചതിൽ ഇതിനെ CPM-നെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്തതെന്ന് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. എന്തായാലും എൻ്റെ ബോധ്യത്തിൽ അങ്ങനെ ഞാൻ വെളുപ്പിക്കാനൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, CPM-ൻ്റെ വീഴ്ചകളെക്കുറിച്ച് ആവർത്തിച്ചാണ് എണ്ണി ഇവിടെ പറഞ്ഞത്. അത് ബാബുരാജൻ ഇനി എന്താണ് അങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഗ്ലാഡിയേറ്റർ പറയുന്നു, അധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, എന്തൊക്കെയായിരുന്നു വാളും പരിചയം, പ്രത്യേക ആക്ഷൻ, അവസാനം പവനായി ശവമായി എന്നൊക്കെ ഗ്ലാഡിയേറ്റർ പറയുന്നു. അതോടൊപ്പം തന്നെ സുനിൽകുമാർ ഇപ്പോൾ ജയിച്ച കിരൺ സാർ പാർട്ടി മാറി, ഇപ്പോൾ ജയിച്ച പാർട്ടിയിലാണെന്ന് സുനിൽകുമാർ പറയുന്നു. പിന്നെ സബീന സുൽഫി പറയുന്നു, ദി അതോറിറ്റേറിയൻ ഗവർണൻസ്, ദി perceived arrogance of the state leaders and their failure to connect with the grassroots sentiments lead to widespread voter alienation എന്ന് പറയുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഗ്രാസ്റൂട്ടിലെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നും അകന്നുപോയി എന്ന് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം പരാജയത്തിലേക്ക് നയിച്ചത്. പിന്നീട് ശിവശങ്കർ, ഇതുപോലത്തെ കൃഷ്ണന്മാരാണ് ഈ നേതാക്കളെ വഴിതെറ്റിക്കുന്നത്, ഇവർക്ക് അഹങ്കാരം ചട്ടമ്പിത്തരം തുടരും, പാർട്ടിയെ നശിപ്പിച്ചടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി മണിമല ചേട്ടനെ കുറിച്ചാണെന്ന് തോന്നുന്നു പറയുന്നത്. മുരളി പറയുന്നു, കേരള സർക്കാരിലെ 5-6 കൊല്ലമായി തുടരുന്ന താൽക്കാലികരെ ഒഴിവാക്കി PSC അപ്പോയിൻമെൻറ്റ് നടത്തണം. അത് ശരിയാണ്. മുരളിയുടെ വാചകം പലപ്പോഴും പല ഗവൺമെൻറ്റുകൾ, എല്ലാ ഗവൺമെൻറ്റുകൾ വരുമ്പോൾ അവർ ചില താൽക്കാലികർ കുറച്ചായാൽ അവരെ സ്ഥിരപ്പെടുത്തണം. സ്വാഭാവികമായി എല്ലാവർക്കും തോന്നും സാധാരണക്കാരായ മനുഷ്യരിൽ അവർക്ക് താൽക്കാലിക ജോലി കിട്ടിയില്ല, അവരെ എങ്ങനെയും സ്ഥിരപ്പെടുത്തേണ്ടതെന്ന്. പക്ഷേ ഇവരെങ്ങനെയാണ് താൽക്കാലിക ജോലിയിലേക്ക് പ്രവേശിച്ചതെന്ന് നോക്കുമ്പോഴാണ് അവിടെ പ്രധാനം. അത് അതാത് കാലത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ആശ്രിതരായോ അല്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരമോ ഒക്കെ താൽക്കാലികക്കാരെ കയറിയതാണ്. അല്ലാതെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി കയറുന്നവരല്ല. അതിന് ഏത് സർക്കാരിൻ്റെ കാലത്തായാലും അങ്ങനെ കയറുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തുന്ന രീതി ശരിയല്ല. അവരൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായും തോന്നും, കഷ്ടമല്ലേ, സാധാരണക്കാരല്ലേ, ചിലപ്പോൾ 20,000, 30,000, 40,000 ഒക്കെ രൂപയായിരിക്കും ശമ്പളം കിട്ടുന്നത്, അവരെ സ്ഥിരപ്പെടുത്തേണ്ടതല്ലേ എന്നൊക്കെ. പക്ഷേ PSC ടെസ്റ്റ് എഴുതി കിട്ടാതെ നടക്കുന്ന 1000-കണക്കിന് 10,000-കണക്കിന് വരുന്ന മനുഷ്യരുള്ളൊരു നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത് നോക്കണം. കിരൺ, ഇപ്പോൾ കാണുന്നത് കുടുംബാധിപത്യമല്ലേ CPM-ൽ കാണുന്നത്? CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ എന്തിനാണ് സ്ഥാനാർത്ഥിയാക്കേണ്ട ആവശ്യം? അത് ശരിയാണ്, ആവശ്യം എന്താണെന്നുള്ളത് അത് ഗൗരവമായ ചോദ്യമാണ് ഗൗതത്തിൻ്റെ. പക്ഷേ കുടുംബാധിപത്യം എന്നൊന്നും CPM-നെ കുറിച്ച് പറയുന്നതിൽ കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും ഗോവിന്ദൻ മാഷ് MP ഗോവിന്ദൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിൽ പാർട്ടി കോട്ടയിൽ അവരെ പരാജയപ്പെടുത്തിയത് പാർട്ടിക്കാർ തന്നെയാണ്, അല്ലാതെ യാതൊരു സംശയമില്ല. അവിടെ പാർട്ടിക്കാർ തിരിച്ചു വോട്ട് ചെയ്യാതെ അവിടെ CPM പരാജയപ്പെടുന്നൊരു മണ്ഡലമല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് പരാജയപ്പെടുത്തിയത് അതിൻ്റെ തിരിച്ചടി അപ്പോൾ തന്നെ കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ വിളിച്ച് കാത്തിരുന്ന ഉണ്ണികൃഷ്ണനാണ് പേരാവൂരിൽ നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇപ്പോഴത്തെ ഈ വിമർശനങ്ങൾ? ഒരു തിരുത്തൽ വരുത്തി നല്ലതാണ്. ഇത് CPM-ന്റെ ഒരു തിരുത്തൽ നയം ആവശ്യമായി വരുന്നൊരു കാലഘട്ടമാണിത്. കാരണം സമൂഹത്തില് പറഞ്ഞോളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടുകയുമില്ല. കേരളത്തിലെ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മുന്നണി തന്നെയാണ് LDF. അപ്പൊ UDF-ന് ഒരു താൽക്കാലിക വിജയം കിട്ടിയത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇതര സർക്കാർ ഇവിടെ വരണമെന്ന് ജനം ആഗ്രഹിച്ചു, അത് നടപ്പിലാക്കി, അത് വന്നു. അതിന് എത്രത്തോളം പ്രസക്തി പ്രാധാന്യം ഉണ്ടെന്ന് അവർ ഭരിച്ച് തെളിയിക്കണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായമാണ്. ഇത് വീണ്ടും ഇരട്ടിക്കുന്നു. ഗോവിന്ദൻ്റെ ഭാര്യയല്ല മത്സരിച്ചത്, CPM നേതാവ് ശ്യാമളയാണ് മത്സരിച്ചതെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. ശ്യാമള CPM നേതാവൊക്കെ തന്നെയാണ്. പക്ഷേ ജനവും CPM-കാരും മനസ്സിലാക്കിയത് ഗോവിന്ദൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് സീറ്റ് അവർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അതിനേക്കാൾ അർഹതയുള്ള മറ്റ് വനിതാ നേതാക്കളടക്കം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നത് ജനത്തിനും ബോധ്യമുണ്ട്, പാർട്ടി പ്രവർത്തകർക്കും ബോധ്യമുണ്ട്. ഇനിയും ഇങ്ങനെ ന്യായീകരിക്കാൻ നിന്നാൽ ഇത്തരം തെറ്റുകൾ ഒരിക്കലും തിരുത്തപ്പെടില്ല എന്നതുകൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും. കിരണെ, ഞങ്ങൾ തിരിച്ചു വരും എന്ന് സലീം പറയുന്നു. തീർച്ചയായും തിരിച്ചു വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. കേരളത്തിലെ മഹാഭൂരിപക്ഷ മനുഷ്യരും കേരളത്തിൽ ഇടതു പാർട്ടികൾ ശക്തമായി തന്നെ തിരിച്ചു വരണമെന്നും കോൺഗ്രസും ഇടതുപക്ഷവും കേരളത്തിൽ ശക്തമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. അല്ലാതെ മലയാളികൾ ഈ രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒന്ന് നശിച്ചു പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൻ്റെ നിലനിൽപ്പിനും ഇതിൻ്റെ മതേതര കാഴ്ചപ്പാടിനും ഒക്കെ അനിവാര്യം തന്നെയാണ് ഈ രണ്ട് പാർട്ടികളും. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കിരൺ സാർ, നമസ്തേ. നമസ്കാരം സാർ. CPM-ന് തിരുത്താനുള്ള സമയം കൃത്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയതാണ്. അതനുസരിച്ചിട്ട് അവർ വീടുകളിൽ പോയി അഭിപ്രായം തേടിയതാണ്. എന്നിട്ട് അവർ തിരുത്തിയോ സാർ? അവർ തിരുത്തിയില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് CPM-ൽപ്പെട്ട അണികളുടെ
പൂർണ്ണമായിട്ടുള്ള വോട്ട് പോലും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ സാർ വേറെ കാര്യം സൂചിപ്പിച്ചോട്ടെ സാർ, ഈ കോടതി നടപടി പ്രകാരം പോലീസിന്റെ നടപടി ഉണ്ടായി, കോടതിയുടെ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി ഉണ്ടായി. 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മന്ത്രിസഭയിൽ അറിയുകയും അതിന്റെ മന്ത്രി ഇടപെട്ട് പോലീസിനെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ. ഇതൊരു പുതിയ നടപടിയല്ല, അതായത് ഈ ഗവൺമെന്റ് ചെയ്ത ഒരു നടപടിയല്ല അത്. അതെന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ ഓർഡർ മുഖാന്തരം എന്ന് വെച്ചാൽ അവർ വന്നതാണ്, അവരെ പോലീസിനെ പിൻവലിച്ചിട്ടുണ്ട് സാർ. അതിന് കുറ്റം പറയാൻ പറ്റില്ല സാർ ഈ ഗവൺമെന്റിനെ. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശ്രീ കെ എം ജോർജ് ആണ്, കർണാടകയിൽ നിന്നാണ്. ശ്രീ കെ എം ജോർജ്, താങ്കൾ അല്പം വേഗത്തിൽ പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു, സമയം തീരെ. നമസ്കാരം. 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 നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു 10-75 കൊല്ലമായി ഞാൻ ഒരു പാർട്ടിക്കാരനാ. ഏത് പാർട്ടിയാണ്? കോൺഗ്രസ്സുകാരൻ തന്നെ. പക്ഷെങ്കിൽ ഏത് പാർട്ടിയാണ്? കേരളത്തിൽ ഇടതുപക്ഷം വേണമെന്ന് എന്റെ ആഗ്രഹം. ഈ പ്രാവശ്യം അത് വരുമെന്ന് ഓർത്ത്, പക്ഷെ അവരുടെ ചില കയ്യിരിപ്പ് കൊണ്ട് വരാണ്ട് പോയതാ. ഈ കണ്ണൂരെ തോൽവി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ADMന്റെ മരണമാണ്. ആ നല്ലൊരു മനുഷ്യനെ കൊന്നതാണ്. അതിനെപ്പറ്റി അതിന് കൂട്ടുന്നവരെ അന്നേരം തന്നെ ശിക്ഷിക്കുകയോ എന്താണ് ചെയ്തായിരുന്നെങ്കിൽ ആൾക്കാർക്കൊരു ഇത്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഉള്ളവർക്ക് തന്നെ എതിർപ്പുണ്ട്. അതുപോലെ തന്നെ ചില പിന്നെ മുഖ്യമന്ത്രിയുടെ PA അവരെ ഒക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഏകാധിപത്യത്തിലേക്ക് പോകുന്നൊക്കെ ആയിട്ടുണ്ട്. പാർട്ടിനെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ തൊഴിലാളിയുടെ പാർട്ടി തന്നെയാണ്. ആ തൊഴിലാളികളെ മറന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറെ ഇടത്തൊക്കെ നടത്തുക. അതിന് പ്രത്യേകിച്ച് ആശാവർക്കന്മാരുടെ ഇത് അവരുടെ കാര്യം പരിഗണിക്കാൻ ഈസിയായിട്ട് കഴിയുമായിരുന്നു. അതിവർ ചെയ്തില്ല. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് കെ എം ജോർജ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം, ഗുരുതരമായ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ പരാജയമുണ്ടായത്. അത് തിരിച്ചറിഞ്ഞ് ഈ പാർട്ടി CPM തിരുത്തും എന്ന് പ്രതീക്ഷ പങ്കുവച്ചവരുണ്ട്. അങ്ങനെയല്ല, ഇതിനെയൊക്കെ ഈ തെറ്റിനെയൊക്കെ ന്യായീകരിച്ചു നിന്നവരുമൊക്കെ ഉണ്ട്. എല്ലാവരും ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് ഉണ്ട്. അതല്ല, ഈ പാർട്ടി ഇതൊന്നും കണ്ടാൽ പഠിക്കില്ല. ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഈ തെറ്റുകളൊന്നും കണ്ടിട്ടുകൊണ്ടോ ഈ വിമർശനം വന്നുകൊണ്ടോ ഒന്നും തിരുത്തും എന്ന പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞവരുമൊക്കെ ഉണ്ട്. എന്തായാലും പൊതുവെ ഈ കേരളത്തിൽ ഇടതുപക്ഷവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ പൊതുവേദിയിൽ പ്രതികരിച്ച ഭൂരിപക്ഷം ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കേരളത്തിൻ്റെ ഒരു പൊതു മനസ്ഥിതി എല്ലാ കാലത്തും അങ്ങനെയാണ്. കേരളത്തിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, ആ രണ്ട് പാർട്ടികളും അതിനോടനുബന്ധമായ മറ്റു പാർട്ടികളും, അത്തരം ഒരു സംവിധാനം നിലനിൽക്കുന്നതിനോട് ഏതെങ്കിലും ഒരുത്തർ നശിച്ച് ഇല്ലാതായി പോകണം, അവരെ മുക്ത കേരളം എന്ന് പറയുന്ന ഒരു നിലപാട് കേരളത്തിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനും തിരുത്താനും കഴിയുക, ആ തിരുത്തൽ വഴിയാണ് ഏതു പാർട്ടിക്കും മടങ്ങിവരവ് സാധ്യമാകുന്നത് എന്ന സന്ദേശം കൂടിയാണ് ജനം തെരഞ്ഞെടുപ്പിലൂടെ നൽകിയത്. പൊതുവേദി പ്രേക്ഷകരുടെ വർത്തമാനത്തിലും അഭിപ്രായത്തിലും ഇത്തരം ഒരു പ്രതികരണത്തിൻ്റെ സ്വരം തന്നെയാണ്, അല്ലെങ്കിൽ സൂചന തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.